ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡേഴ്സൺസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സോളിഡ് സ്റ്റേറ്റ് എന്ന +2 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ NCERT ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, കാൽക്കുലേഷൻസും ഉണ്ട്. കോൺസെപ്റ്റുകളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ചെയ്യാത്ത ഭാഗം ഇനി ന്യൂമറിക്കൽസ് ആണ്, കാൽക്കുലേഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1.11. Silver crystallizes in FCC lattice. എന്താണ് സിൽവർ എന്ന് പറയുന്നത്? ക്രിസ്റ്റലൈസ് ചെയ്തിരിക്കുന്നത് FCC ലാറ്റിസ് ആണ്. എന്താണ് FCC എന്ന് പറയുമ്പോൾ ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഫേസ് സെന്റേർഡ് ക്യൂബിക്കിന്റെ പ്രത്യേകത എന്താണ്? FCC യൂണിറ്റ് സെൽ എടുക്കുമ്പോൾ Z is equal to, അഥവാ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 1 + 3 gives 4. So FCC ലാറ്റിസ് എന്ന് പറയുമ്പോൾ Z is equal to 4. ഇനി അടുത്ത നോക്കാം. If edge length of the cell is, edge length എന്ന് പറയുന്നത് A. So A is equal to 4.07 into 10⁻⁻8 centimeter and density is 10.5 gram per centimeter cube. Density നമ്മൾ D എന്നാണ് ഇവിടെ എടുക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ് D is equal to 10.5 gram centimeter cube inverse. If so, calculate the atomic mass of silver. Atomic mass എന്ന് പറയുന്നത് A. നമ്മുടെ ഫോർമുല അനുസരിച്ച് മോളാർ മാസ് എന്ന് പറയുന്നത് M ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളത് M. So 1 2 3 4 5. അഞ്ചാമത്തെ ക്വാണ്ടിറ്റി ഏതാണ്? അവോഗാഡ്രോ നമ്പർ. അതെപ്പോഴും എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? D is equal to Zm by a cube Na. Zm by a cube Na. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് നോക്കേണ്ടത് M ആണ്. Therefore M is equal to D into a cube Na divided by Z is equal to density എന്ന് പറയുന്നത് 10.5 gram centimeter cube inverse into a cube. A എന്ന് പറയുന്നത് 4.07 into 10⁻⁸8 cube പറയുമ്പോൾ the whole cube into a cube into Na. Na എന്ന് പറയുമ്പോൾ അവോഗാഡ്രോ നമ്പർ 6.022 into 10⁻23 the whole divided by Z. നമ്മൾ കണ്ടുപിടിച്ചു Z എന്ന് പറയുന്നത് 4. the whole divided by 4 which is equal to 4.07 നെ ക്യൂബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ 4.07 into 4.07 into 4.07 നമ്മൾ എടുക്കുക. 4262.97 divided by 4 into തീരുന്നില്ല. നമ്മൾ ഇനി 10 ന്റെ പവേഴ്സ് നമുക്ക് എടുക്കാം. 10⁻⁻8 into 3. ഇവിടെ x raised to m the whole raised to n എന്ന് പറയുമ്പോൾ a raised to m ആണ്. അപ്പോൾ 8 into 3 24. ഇവിടെ -8 ആയതുകൊണ്ട് -8 into 3 -24. ഇവിടെ ഇത് 23. അപ്പോൾ +23 ഇങ്ങനെ വരും. Which is equal to 1065.74 into 10⁻⁻24 +23 എന്ന് പറയുമ്പോൾ -1 which is equal to നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെസിമൽ പ്ലേസിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. അതാണ് -1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെ വരും? 106.574 യൂണിറ്റ് ഉണ്ടോ?
എന്താണ് യൂണിറ്റ് എം ആണ്. അപ്പോൾ ഇത് അറ്റോമിക് മാസ് ആണ്. സോ ഗ്രാം പെർ മോൾ ഇങ്ങനെ കിട്ടും. നമ്മുടെ ഇവിടെ എഡ്ജ് ലെങ്ത് 4.07 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 106.574 ഗ്രാം പെർ മോൾ എന്ന് വരും. ഇനി 4.077 ഒരു 7 കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഇവിടെ 107 അപ്രോക്സിമേറ്റ് ആയിട്ട് വരും. 107 വരും. അതാണ് നമ്മുടെ സിൽവറിന്റെ ആയിട്ടുള്ള ശരിക്കുമുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ. അത് വരുന്നത് ഇവിടെ എഡ്ജിൽ നമ്മൾ 4.077 കൊടുത്താലേ വരികയുള്ളൂ. 4.07 വരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1.12. A cubic solid is made of two elements P and Q. ഒരു ക്യൂബിക് സോളിഡ് ആ കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എലമെന്റ് പിയും ക്യൂവും. ശ്രദ്ധിക്കുക, പിയും ക്യൂവും എന്ന് പറയുന്നത് ഒറിജിനൽ സിംബൽസ് അല്ല, ഇവിടെ ഒരു റെപ്രസെന്റേഷന് വേണ്ടി ചുമ്മാ ഒരു സിംബൽസ് കൊടുത്തിരിക്കുന്നതാണ്. ഇനി atoms of Q are at the corners of the cube and P at the body center. What is the formula of the compound? What are the coordination numbers of P and Q? നമുക്ക് ഡയഗ്രാം വരച്ച് നോക്കാം. പറയുന്നത് ക്യൂബിക് സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് P and Q ഈ രണ്ട് എലമെന്റുകൾ ഉപയോഗിച്ചാണ്. ഇനി P എന്ന് പറയുന്നത് ബോഡി സെന്ററിലും Q എന്ന് പറയുന്നത് കോർണേഴ്സിലുമാണ്. Q are at the corners and P at the body center. അപ്പോൾ നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. P എന്ന് പറയുമ്പോൾ സെന്ററിലെ പാർട്ടിക്കിൾ ഇത് P. ഓക്കേ, P എന്ന് പറയുന്നത് ബോഡി സെന്ററിലാണ്. Q എന്ന് പറയുന്നത് 8 കോർണേഴ്സിൽ വരും. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ക്യൂബ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിനെ P എന്ന് പറയുന്നത് ഒരു ക്യൂബിനകത്ത് വരും. സോ ക്യൂബ് വരയ്ക്കുമ്പോൾ 1 2 3 4 5 6 7 8 8 കോർണേഴ്സ് ഉണ്ട്. 8 കോർണേഴ്സിന് നാല് ഒരു ക്യൂബ്. ഇവിടെ ഒരു ക്യൂബ്, ഇത് 1 2 ഇതുപോലെ 3 4 5 6 7 8 8 കോർണേഴ്സിന് നാല് ഒരു ക്യൂബ്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോഓർഡിനേഷൻ നമ്പർ എത്രയാണ്, അതുപോലെ കോമ്പൗണ്ടിന്റെ ഫോർമുല എന്തെന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം ചെയ്യാം. നമ്പർ ഓഫ് ആറ്റംസ് of P in unit cell. യൂണിറ്റ് സെല്ലിനകത്തെ P എന്ന് പറയുന്ന എലമെന്റിന്റെ ആറ്റം എത്ര നമ്പറാണ് ഉള്ളത്? ഇവിടെ 1. അപ്പോൾ P എന്താണ്? 1. ഓക്കേ, അടുത്തത് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് Q in യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിലെ Q എന്ന് പറയുന്ന എലമെന്റിന്റെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ട്? 1 2 3 4 5 6 7 8 8 ആറ്റംസ് ഉണ്ട്. ഇനി കോർണേഴ്സിന് പ്രത്യേകതയുണ്ട്. കോൺട്രിബ്യൂഷൻ 1/8 ആയിരിക്കും. സോ ഇറ്റ് ബിക്കംസ് 1/8 into 8. So it is also is equal to 1. അപ്പോൾ P യും നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. Q എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ത് വരും? ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈസ് P1Q1 or PQ. ഒരു മോളിക്യൂളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു P ആറ്റം അതുപോലെ ഒരു Q ആറ്റം എന്ന് പറയുമ്പോൾ മോളിക്യുലർ ഫോർമുല ഈസ് PQ. അടുത്ത ഭാഗം ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി കോർഡിനേഷൻ നമ്പേഴ്സ്. കോർഡിനേഷൻ നമ്പേഴ്സ് ഏതിന്റെയൊക്കെ? P യും Q ഉം. ആദ്യം നമുക്ക് P നോക്കാം. ഇവിടെ നോക്കൂ, P എന്ന് പറയുന്ന ആറ്റം ടച്ച് ചെയ്തിരിക്കുന്നത് 8 കോർണറിലെ ആറ്റംസുമായിട്ട് ടച്ച് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്തിരിക്കുന്ന കാണാൻ കഴിയില്ല. They are a little bit far apart. Actually അത് അങ്ങനെയല്ല, ടച്ച് ചെയ്യുക. ശരിക്കും വരയ്ക്കുകയാണെങ്കിൽ ടച്ച് ചെയ്താണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇത് 1 2 3 4 5 6 7 8 ഇങ്ങനെ 1
1 2 3 4 5 6 7 8 8 ആറ്റംസ് ടച്ച് ചെയ്യും. സോ ടിയുടെ കോർഡിനേഷൻ നമ്പർ ഓഫ് ടി എന്ന് പറയുന്നത് 8 എന്ന് വരും. അടുത്തത് ക്യൂ നമുക്ക് നോക്കാം. ക്യൂ എന്ന് പറയുന്നത് കോളേഴ്സിനാണ് വരുന്നത്. സോ കോളറിലെ ഒരു ആറ്റം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം ഉണ്ട്, കോളർ ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ നോക്കുന്ന ഒരു ഡയഗ്രാം. ഞാൻ അത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇത് ക്യൂ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആണ്. ഇത് നമുക്ക് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, ഇങ്ങനെ 3 ആക്സിസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8 ഒക്ടന്റ് കിട്ടും. ഈ 8 പോർഷൻസിലും 8 ക്യൂബിലും സെന്ററിൽ ആരുണ്ട്? ടി ഉണ്ട്. അപ്പോൾ ഒറ്റ ആറ്റം, അങ്ങനെ 8 ഭാഗം. സോ 1 into 8 എത്ര ആറ്റം ടച്ച് ചെയ്യും? അതും 8 തന്നെയാണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഓഫ് Q which is also equal to 8. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു സിസ്റ്റം BCC ആണെങ്കിൽ, ഇപ്പൊ ഇതെന്താണ്? ഇത് BCC ആണ്. കാരണം 8 കോളർ പാർട്ടിക്കിൾസ് വന്നു, സെല്ലിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ വന്നു. അപ്പോൾ ഇത് BCC ആണ്. ബോഡി സെന്റർ ക്യൂബിക് ആണെങ്കിൽ ഓർത്ത് വച്ചിരിക്കുക, കോർഡിനേഷൻ നമ്പർ ഓൾവേസ് 8. അങ്ങനെയാണെങ്കിൽ HCPയും CCPയും എന്ത് വരും? അവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, HCPയുടെയും CCPയുടെയും കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. 12 ആണ്. BCCക്ക് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1.13. Niobium crystallizes in body-centered cubic structure. If density is 8.55 gram centimeter cube inverse, then calculate atomic radius of niobium using its atomic mass 93U. നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട്. ചോദ്യത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് ആദ്യം എടുത്തെഴുതാം. ആദ്യമായിട്ട് നിയോബിയം ക്രിസ്റ്റലൈസസ് ഇൻ ബോഡി സെന്റർ. ബോഡി സെന്റർ എന്ന് പറയുമ്പോൾ സെന്ററിൽ നിന്ന് കോവേഴ്സ് വെക്ടർ, അപ്പോൾ 1/8 into 8 plus 1 എന്ന് പറയുമ്പോൾ 1 plus 1 2. So number of atoms in unit Z is equal to 2. Then density D is equal to 8.55 gram per centimeter cube. Calculate the atomic radius of niobium using its atomic mass 93U. നമുക്ക് ഇവിടെ atomic mass 93U എന്ന് പറഞ്ഞാൽ മോളാർ മാസ് എന്ന് വരും 93 gram per mole. അപ്പോൾ നമ്മുടെ M എന്ന് പറയുന്നത് 93 gram per mole. കണ്ടുപിടിക്കാനുള്ളത് അറ്റോമിക് റേഡിയസ്. R നമുക്ക് അറിയില്ല. R കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് A ആണ്. കാരണം R ഉം A യും തമ്മിലാണ് റിലേഷൻഷിപ്പ് വരുന്നത്. സോ A യും നമുക്ക് അറിയില്ല. ഇനി 1 2 3 4 5 അവോഗാഡ്രോ നമ്പർ ആണ്. നമുക്ക് റിലേഷൻ ആദ്യം എഴുതാം. D is equal to Zm by A cube Na. കണ്ടുപിടിക്കാനുള്ളത് A cube ആണ്. D into A cube Na which is equal to Zm. Therefore A cube is equal to Zm by Dna. Substitute ചെയ്യാം. Z എന്ന് പറയുമ്പോൾ number of atoms per unit cell 2 into atomic mass 93 into ഇല്ല 93 എത്രയേ ഉള്ളൂ, ബാക്കി the whole divided by താഴെ D ഡെൻസിറ്റി എന്ന് പറയുന്നത് 8.55 gram centimeter inverse centimeter cube inverse. ഇനി Na എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പർ 6.022 into 10 raised to 23 which is equal to, ഇത്രയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.61 എന്ന് വരും. ഇനി ഇൻറ്റു താഴെയാണ് 10 raised to 23. അപ്പോൾ 10 raised to -23 ആണ് മുകളിൽ പോകുമ്പോൾ കിട്ടുന്നത്. സോ 3.61 into 10 raised to -23 ഇതെന്ന് പറയുന്നത് A ക്യൂബ് ആണ്. Therefore A എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിന്റെ ക്യൂബ് റൂട്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്.
ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 3.30 into 10 raised to minus 8 എന്ന് വരും. എന്തിന്റെ വാല്യൂ? എയുടെ വാല്യൂ 3.30 into 10 raised to minus 8. ഇവിടെ എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് സെന്റിമീറ്റർ ആണ് പറയുമ്പോൾ സെന്റിമീറ്റർ എന്ന് വരും. ഇനി നമുക്ക് എ കിട്ടി, കണ്ടുപിടിക്കാനുള്ളത് ആർ ആണ്. സോ BCC body centered cubic structure ന്റെ പ്രത്യേകത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ A and R എങ്ങനെ വരും? ബോഡി സെന്റർ എന്ന് പറയുമ്പോൾ ബോഡിയുടെ സെന്ററിലാണ്. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. R is equal to √3a/4. √3a/4. So substituting √3 എന്ന് പറയുമ്പോൾ 1.732 ആണ്. into a എന്ന് പറയുമ്പോൾ 3.30 into 10 raised to minus 8. Now whole divided by 4, which is equal to 1.43 into 10 raised to minus 8 centimeter എന്ന് വരും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് റേഡിയസ് ഇൻ സെന്റിമീറ്റർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ നാനോമീറ്റർ കൺവേർട്ട് ചെയ്യാം. നാനോമീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 14.3 നാനോമീറ്റർ കിട്ടും. നമുക്ക് യൂണിറ്റ് പറയുന്നില്ല, റേഡിയസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. റേഡിയസ് ഇൻ ഏത് യൂണിറ്റ് എന്ന് പറയുന്നില്ല, അതുകൊണ്ട് നമുക്കിവിടെ സെന്റിമീറ്റർ നമുക്ക് നടത്താവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1.14 നമുക്ക് നോക്കാം എന്താണ്. If the radius of the octahedral ball is small r, എന്താണ്? ഒരു ക്ലോസ് പാക്കിംഗ് ആണ്. 3 dimensional ക്ലോസ് പാക്കിംഗിലെ octahedral ബോളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. അതുപോലെ the radius of the atoms in close packing in capital R. close packing ൽ ആയിരിക്കുന്ന ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R. അങ്ങനെയാണെങ്കിൽ derive a relation between small r and capital R. small r ന്റെയും capital R ന്റെയും തമ്മിലുള്ള റിലേഷൻ എന്ത് എന്നാണ്. നമുക്ക് ആദ്യം octahedral ball എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ക്ലോസ് പാക്കിംഗിൽ ചെയ്തിരിക്കുന്ന സ്പിയേഴ്സിന്റെ സെന്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഒക്ടാഹെഡ്രോൺ ആണെങ്കിൽ ആ സ്പിയേഴ്സ് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോയിഡിന്റെ പേര് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഞാൻ വരച്ച് കാണിക്കാം. ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുമ്പോൾ 1 2 3 4 4, പിന്നെ മുകളിൽ 1 താഴെ 1 5 6. ഇതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. നമുക്ക് നോക്കാം ഒക്ടാഹെഡ്രൽ വോയിഡ് ആണോ കിട്ടുന്നതെന്ന്. ഇവിടെ ഇത് 4 ജോയിൻ ചെയ്യിക്കുന്നു, അതുപോലെ താഴെ 4 ജോയിൻ ചെയ്യിക്കുന്നു. ഓക്കെ, ഒക്ടാഹെഡ്രൽ വോയിഡ് തന്നെയാണ്. ഇനി ഇത്തരത്തിലുള്ള ഒക്ടാഹെഡ്രൽ ബോളിൽ നമുക്ക് സ്മോൾ ആറിന്റെയും ക്യാപിറ്റൽ ആറിന്റെയും റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അതുകൊണ്ട് നമുക്കൊരു സിമ്പിൾ കാര്യം ചെയ്യാം. ഇതിലെ സ്ക്വയർ പോർഷൻ മാത്രം നമുക്ക് എടുക്കാം. സ്ക്വയർ പോർഷൻ ഞാൻ ഇതിന് എ ബി സി ഡി എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ഈ സ്ക്വയർ മാത്രം ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. സ്ക്വയറിന്റെ പേരെന്തായിരുന്നു? എ ബി സി ഡി. ഇനി ഈ സ്ക്വയറിന്റെ 4 കോർണേഴ്സിലുമാണ് പാർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കാണുന്ന പോലെയല്ല, അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതെന്തെന്ന് വരും? ഇങ്ങനെ വരും 1 2 3 4. ഇതാണ് സ്ക്വയർ സെന്റർ. അപ്പോൾ ഈ കാണുന്ന ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ആ ആറ്റത്തിന്റെ റേഡിയസ് ആണ്. സോ ഇതെല്ലാം ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഇനി ഇവയ്ക്ക് സെന്ററിലുള്ള സ്മോൾ സർക്കിൾ, ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ്. സ്മോൾ ആർ. ഓക്കെ, സ്മോൾ ആർ.
സ്മോൾ ആർ ആണ് ഇതിന്റെ റേഡിയസ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈ സ്മോൾ ആറിന്റെയും ക്യാപിറ്റൽ ആറിന്റെയും റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എയും ബിയും ഒരു പോയിന്റ്, ഇവിടെ മീറ്റിംഗ് പോയിന്റ് നമുക്ക് ഒ എന്ന് വിളിക്കാം. ഒ. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഒ. ഞാൻ ട്രയാങ്കിൾ എ ബി ഒ മാത്രമായിട്ട് ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് ക്ലിയർ ആകും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എ ബി എന്ന് പറയുന്നത് ഡയഗണൽ ആണ്. അവിടെ ഹാഫ് ആയിട്ട് ഞാൻ രണ്ട് സർക്കിൾസ് വരച്ചിരിക്കുന്നത് രണ്ട് ആറ്റംസ് ആണ്. ഈ സ്മോൾ സർക്കിൾ എന്ന് പറയുന്നത് വോയിഡിന്റെ സർക്കിൾ ആണ്. വോയിഡിന്റെ റേഡിയസ് ആണ് സ്മോൾ ആർ മറ്റേ ക്യാപിറ്റൽ. അപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. നമുക്ക് റിലേഷൻഷിപ്പ് എഴുതാം. ബൈ പൈതഗോറസ് തിയറം വി ഹാവ് എ ബി സ്ക്വയർ is equal to ഇത് പോയിന്റ് എന്താണ് o. അപ്പോൾ a o സ്ക്വയർ പ്ലസ് b o സ്ക്വയർ. ഇനി a b എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? r plus r 2r. so 2r the whole square which is equal to a o square എന്ന് വരും. a എന്ന് പറയുമ്പോൾ സ്മോൾ r plus ക്യാപിറ്റൽ r, r plus r, അത് ക്യാപിറ്റൽ r plus സ്മോൾ r അതായത് മതി. r plus r the whole square plus വീണ്ടും b o square അത് ബന്ധം തന്നെയാണ് r plus r, capital R plus small r the whole square is equal to r plus r the whole square plus r plus r the whole square 2 into r plus r the whole square 2 into r plus r the whole square 2r square. okay, ഇതാണ്. ഇനി നമുക്ക് ഇവിടെ റൂട്ട് എടുക്കാം. രണ്ടും സ്ക്വയർ ആണ്, നമുക്ക് സ്ക്വയറിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ 2r the whole square ന്റെ റൂട്ട് എന്താണ്? 2r. so 2r is equal to 2 into root 2 into r plus r. ഇതാണ് റിലേഷൻ. നമുക്ക് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. root 2 capital R plus root 2 small r. ഇതെന്താണ്? 2r. so 2r is equal to root 2r plus root 2 small r. ഇനി എല്ലാത്തിനും root 2 കോമൺ ആണ്. നമുക്ക് throughout എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് throughout by root 2 we get എന്ത് കിട്ടും? root 2 capital R is equal to root 2 by root 2 1. so capital R plus root 2 by root 2 1 small r. so root 2 capital R is equal to capital R plus small r. therefore small r is equal to root 2r minus r എന്ന് പറയുമ്പോൾ root 2 minus 1 into capital R. root 2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414 ആണ്. so 1.414 minus 1 എന്ന് പറയുമ്പോൾ 0.414 capital R. small r is equal to 0.414 capital R. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. എന്തിന്റെയാണ്? റിലേഷൻ ബിറ്റ്വീൻ സ്മോൾ r ആൻഡ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് സ്മോൾ r is equal to 0.414 r. നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻ ഈ വർഷ ഡയഗ്രാം ഇതാണ്. അവസാനം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഡയഗ്രാം. നിങ്ങൾക്ക് ഇത് ഡയഗ്രാം മനസ്സിലായി വിശ്വസിക്കുന്നു, ഡെറിവേഷൻ മനസ്സിലായി വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1.15. Copper crystallizes into a face-centered cubic അല്ലെങ്കിൽ an FCC lattice with edge length 3.61 into 10 raised to minus 8 centimeter. Show that the calculated density is in agreement with its measured value of 8.92 gram centimeter cube. കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ ക്രിസ്റ്റലൈസ് ചെയ്തിരിക്കുന്നത് FCC ലാറ്റിസ് ആണ്. FCC എന്ന് പറയുമ്പോൾ ഫേസ് സെന്റർഡ് ക്യൂബിക് സിസ്റ്റത്തിൽ വരുന്ന നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് Z എന്ന് പറയുന്നത് ഫേസ് സെന്റർ 1 + 3 4. സോ Z is equal to 4. ഇനി എഡ്ജ് ലെങ്ത് A എന്ന് പറയുന്നത് 3.61 into 10 raised to minus 8 centimeter. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഡെൻസിറ്റി
തന്നെയാണോ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ന് നമ്മൾ അതിന്റെ അഗ്രിമെന്റ് എത്രത്തോളം ഉണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചോദ്യത്തിൽ തന്നിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, കോപ്പർ എന്ന് പറയുമ്പോൾ കോപ്പറിന്റെ അറ്റോമിക് മാസ് നമുക്ക് അറിയണം. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് വരും? 63.5 ആണ് അറ്റോമിക് മാസ്. അപ്പോൾ മോളാർ മാസ് എടുക്കുമ്പോൾ 63.5 ഗ്രാം പെർ മോൾ. ഇതാണ് മോളാർ മാസ്. സോ 1 2 3 മൂന്നെണ്ണമായി 4 നാലാമത് അവോഗാഡ്രോ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. D is equal to Zm by a cube Na, which is equal to Z എന്ന് പറയുമ്പോൾ 4 into 63.5 into 63.5 divided by a cube. A എന്ന് പറയുന്നത് 3.61 into 10 raised to minus 8 the whole cube. A cube into Na. Na എന്ന് പറയുന്ന അവോഗാഡ്രോ നമ്പർ 6.022 into 10 raised to 23, which is equal to 0.8965 into 10 raised to ഇവിടെ 23, ഇവിടെ -8 into 3 എന്ന് പറയുമ്പോൾ -24. So -24 plus 23 എന്ന് പറയുന്നത് 10 raised to -1 ആണ്. ഇനി മുകളിൽ പോകുമ്പോൾ 10 raised to 1. So into 10 raised to 1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 8.965 എന്ന് കിട്ടും. യൂണിറ്റ് എന്താണ്? ഇത് ഡെൻസിറ്റി ആണ്. സോ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്തായിരുന്നു? 8.92 ആണ്. 8.92 സെന്റിമീറ്റർ ക്യൂബ് ഇൻവേഴ്സ് ആണ്. നമുക്ക് ഇവിടെ കിട്ടിയത് 8.965 ആണ്. ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ കഴിയും? The measured value is in agreement with the calculated value. Okay, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വേറെ ഒന്നും ഇതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നില്ല. അറ്റോമിക് മാസ് ഓഫ് കോപ്പർ മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക 63.5 ആണ്. അത് U ആണ്. ഇനി മോളാർ മാസ് പറയുമ്പോൾ 63.5 ഗ്രാം പെർ മോൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1.16. ഇത് നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. Analysis shows that nickel oxide has the formula Ni0.98 O 1.00. What fractions of nickel exist as Ni2 plus and Ni3 plus ions? ഇവിടെ നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റിൽ നമുക്ക് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഞാൻ ഒന്നുകൂടെ അവിടെ വിശദമാക്കാം അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന്. നമ്മളിപ്പോൾ ഇവിടെ നിക്കൽ തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. നിക്കൽ, ഞാനിവിടെ നിക്കൽ എടുക്കുകയാണ്. നിക്കലിന്റെ നമ്മൾ സാധാരണ എഴുതുമ്പോഴുള്ള ഫോർമുല NiO എന്നാണ്. അപ്പോൾ നിക്കലിന് Ni2+ എങ്കിൽ ഓക്സിജന് 2-. ഇതാണ് ഇവിടെ ചാർജ്. ഞാനിവിടെ ഒരു 4 അത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് എഴുതുകയാണ്. Ni2+ O2-, Ni2+ O2-, Ni2+ O2-, Ni2+ O2-. ഇവിടെ ടോട്ടൽ നെഗറ്റീവ് ചാർജ് നമുക്ക് ആഡ് ചെയ്യാം. 2 4 6 8. സോ 8 നെഗറ്റീവ് ചാർജ് വരും. ഇനി പോസിറ്റീവ് ചാർജ് എത്ര വരും? 2 4 6 8. 8 പോസിറ്റീവ് ചാർജ് വരും. സോ 8 പോസിറ്റീവ് ചാർജ് 8 നെഗറ്റീവ് ചാർജ്. ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതില് some of the Na2+ ions are replaced by Ni3+. ഞാൻ ഇവിടെ Na2+ 3 ഞാൻ റിമൂവ് ചെയ്തിട്ട് പകരം 2 Ni3+ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. Ni3+. എന്ത് വരും? ടോട്ടൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമുക്ക്
8 പോസിറ്റീവ് ചാർജ് തന്നെയാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ഇവിടെ ഇലക്ട്രിക്കലി ഇവ ന്യൂട്രൽ ആണ്, പക്ഷേ നിക്കൽ ആറ്റത്തിന്റെ എണ്ണം കുറവാണ്. when compared to that of the oxygen atom, the number of nickel atoms are less. അതുകൊണ്ടാണ് ഇവിടെ 1.00 0.98. in other words 100 ഓക്സിജൻ ആറ്റത്തിന് നമുക്ക് 98 നിക്കൽ ആറ്റംസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 2 നിക്കൽ ആറ്റം അവിടെ ലെസ് ആണ്. അതാണ് ഇതിന്റെ ഫോർമുല. അങ്ങനെ വരാൻ കാരണം അതാണ്. നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത്രയും മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ രണ്ടിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഈക്വലൈസ് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് എത്രയാണോ കിട്ടുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡും നെഗറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈക്വലൈസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ലെറ്റ് ദ നമ്പർ ഓഫ് Ni2+ ions Bx. Ni2+ അയോണുകളുടെ സംഖ്യയെ നമ്മൾ x എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് Ni3+ അയോൺസ് എത്ര വരും? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് നിക്കൽ ആറ്റംസ് എത്രയാണ് വരുന്നത്? ഇവിടെ 98 വരും. നമ്മൾ 100 ഓക്സിജൻ ആറ്റംസ് എടുക്കുകയാണെങ്കിൽ 98 ആയിരിക്കും നിക്കൽ. അപ്പോൾ 98ലെ x നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ ബാക്കി എന്താണ്? Ni3+ ആണ്. സോ നമ്പർ ഓഫ് Ni3+ ions will be 98 minus x. അപ്പോൾ നമുക്ക് Ni2+ കിട്ടി, Ni3+ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ചാർജിനെ നമ്മൾ ഈക്വലൈസ് ചെയ്യുകയാണ്. ഇവിടെ എത്ര നമ്പർ ഓഫ് Ni2+ ഉണ്ട്? x. സോ x into Ni2+ ന്റെ ചാർജ് എത്രയാണ്? 2. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. പ്ലസ് വീണ്ടും നമ്പർ ഓഫ് Ni3+ 98 minus x into ഇനി ചാർജ് എന്താണ്? 3+. സോ 3 which is equal to, നമ്മൾ എന്തിനെ ഈക്വലൈസ് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജിന്റെ നമ്പർ നമ്മൾ ഈക്വലൈസ് ചെയ്യുന്നു. നെഗറ്റീവ് ചാർജിന്റെ നമ്പർ എത്രയാണ്? ഓക്സിജൻ നമുക്ക് 100 ഉണ്ട്. സോ 100 എങ്കിൽ ഒരു ഓക്സിജന്റെ ചാർജ് 2 മൈനസ് ആണ്. സോ 2 into 100 becomes 200. So it must be equal with 200. Then form an equation. 2 into x becomes 2x plus 98 into 3 294 minus 3x is equal to 200. ഇനി 3x minus 2x ഇങ്ങനെ പോകും. x എലിമെന്റ് കൂടെ എഴുതാം. ഇവിടെ 2x minus 3x എന്ന് പറയുമ്പോൾ minus x. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ 200 minus 294. നെഗറ്റീവ് ചാർജ് ക്യാൻസൽ ചെയ്യുമ്പോൾ x is equal to എന്ന് കിട്ടും. x is equal to 94. അപ്പോൾ നമുക്ക് Ni2+ ന്റെ വാല്യൂ കിട്ടി. എന്താണ് Ni2+ ന്റെ നമ്പർ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് Ni2+ എത്രയുണ്ട്? 94 ഉണ്ട്. 94 Ni2+ ൽ നമുക്ക് നമ്പർ ഓഫ് Ni3+ എന്ന് പറയുന്നത് 98 മൈനസ് 94 എന്ന് പറയുമ്പോൾ 4. 4 അയോൺസ് ആണ് Na+3+. ബാക്കി 94 Na2+ ആണ്. ആഡ് ചെയ്യുമ്പോൾ 98 എന്ന് വരും, which is equal to our formula 98. ഓക്കേ, അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്. സോ ഫ്രാക്ഷൻ ഓഫ് Ni2+ എന്ത് വരും? 94 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര? 98. ഇതാണ് ഫ്രാക്ഷൻ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.95 എന്ന് വരും. ഇനി അടുത്തത് ഫ്രാക്ഷൻ ഓഫ് Ni3+. നേരത്തെ 2+ ആണ്, ഇനി 3+. എന്ത് വരും? ഫ്രാക്ഷൻ ഓഫ് Ni3+. നമ്പർ ഓഫ് Ni3+ 4 ആണ്. സോ 4/98. ഇതാണ് ഫ്രാക്ഷൻ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.05
0.04. So fraction of Ni2+ കിട്ടി, fraction of Ni3+ കിട്ടി. ഇതാണ് നമ്മുടെ ചോദ്യം നമ്മൾ ഉത്തരം ചെയ്യുന്ന രീതി. ഇതിൽ എല്ലാ സ്റ്റെപ്പ് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. നമുക്ക് അവസാനത്തെ ന്യൂമറിക്കലിലേക്ക് പോകാം. അവസാനത്തെ ചോദ്യം, ഗോൾഡ് atomic radius 0.144 nanometer crystallizes in a face-centered unit cell. എന്താണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ ആയിട്ടാണ് ഗോൾഡ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫേസ് സെന്റേർഡ് ആണെങ്കിൽ ഫേസ് സെന്റേർഡ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സൈഡ്? അപ്പോൾ നമുക്ക് ആ റേഡിയസ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദി സൈഡ് ആണ് എന്ന് പറയുമ്പോൾ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിൽ നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൈഡ് ആൻഡ് റേഡിയസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫേസ് സെന്റർ എന്ന് പറയുമ്പോൾ അത് CCPയും പിന്നെ CCPയും HCPയും എന്ത് തന്നെയാണ്? ഫേസ് സെന്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ? R is equal to A by 2√2 എന്ന് വരും. നമുക്ക് തന്നിട്ടുള്ളത് R ആണ്. അപ്പോൾ therefore A is equal to 2√2 into R. Substitute ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 2√2 into radius എന്ന് പറയുന്നത് 0.144 നാനോമീറ്റർ ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which is equal to 2 into √2 എന്ന് പറയുമ്പോൾ 1.414 into 0.144, which is equal to 0.4072 നാനോമീറ്റർ എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യൂണിറ്റ് നാനോമീറ്റർ ആണ്. കാരണം നമുക്ക് തന്നിട്ടുള്ളത് റേഡിയസ് യൂണിറ്റ് നാനോമീറ്റർ ആണ്. ഇവിടെ വേറെ കൺവേർഷൻ ഒന്നും വരുന്നില്ല. സെയിം യൂണിറ്റ് തന്നെ വരും. നമുക്കിവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ആറിൽ നിന്ന് A ആണ് കണ്ടുപിടിച്ചത്. ഇതൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് റിലേഷൻ എന്ന് പറയുന്നത് R is equal to A by 2√2 എന്നുള്ളതാണ്. ഇത് FCC ഫേസ് സെന്റേർഡ് ആണ്, അതായത് CCPയും HCPയും. BCC വരികയാണെങ്കിൽ R is equal to √3 A by 4 എന്ന് വരും. ഇനി പ്രിമിറ്റീവ് ആണെങ്കിലോ A is equal to 2R എന്ന് വരും. ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഉള്ളതാണ്, നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ചോദ്യം മനസ്സിലനുസരിച്ച് നമ്മുടെ ഈ ന്യൂമറിക്കലായിട്ടുള്ള സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ദ സോളിഡ് സ്റ്റേറ്റ് എന്ന +2 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.